വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മഹത്വത്തിനും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ഇവിടുത്തെ യോഗത്തിനൊരു വ്യത്യസ്തത കാണുന്നുണ്ട്. സാധാരണയുള്ളതിൽ ആത്മീയമാണോ സാമൂഹ്യ പ്രവർത്തനമാണോ രണ്ടും എവിടെയോ ഒരു വളരെ അടുത്തൊരു ബന്ധമുള്ളതുപോലെ ഇന്നത്തെ യോഗത്തിലുടനീളം തോന്നി. എനിക്ക് ആദ്യം വിനോബ നികേതൻ്റെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നതെങ്കിലും എനിക്ക് എൻ്റേതായ വ്യക്തിപരമായ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നു, പെട്ടെന്ന് നിർത്താം. എൻ്റെ അമ്മയുടെ സ്വദേശം ചിറയിൻകീഴ് എന്ന് പറയുന്ന സ്ഥലമാണ്. ബന്ധുക്കൾ അധികവും കടയ്ക്കാവൂർ, വക്കം ഈ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ആ നാട്ടിലുള്ളവർ ഗുരുദേവനുള്ള സമയത്ത് എനിക്ക് ഗുരുദേവനെ കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല എങ്കിലും ഗുരുവിൻ്റെ ദിവ്യത്വം മനസ്സിലാക്കിയ ഒരുപാട് മനസ്സിലാക്കിയ കുടുംബാംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് എൻ്റെ വരവ്. അതുകൊണ്ട് തന്നെ ഗുരുവിനെക്കുറിച്ച് പരാമർശിപ്പിക്കുമ്പോൾ ഭഗവാൻ എന്നതിലപ്പുറം വേറൊരു വാക്ക് എനിക്ക് പറ്റുന്നില്ല. കാരണം നേരിട്ടുള്ള അറിവാണ്, വളരെ തൊട്ടറിഞ്ഞിട്ടുള്ള അറിവാണ്. അദ്ദേഹത്തെ സാമൂഹ്യ പരിഷ്കർത്താവെന്നും നവോത്ഥാന നായകനെന്നും ഒക്കെ വിളിക്കുമ്പോൾ സത്യത്തിൽ ഉള്ളിലൊരു വേദനയാണ് തോന്നുന്നത്. മഹാത്മാവ് ഇവിടെ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗുരുവിൻ്റെ പിൻതലമുറക്കാരൊന്നും സാമൂഹ്യ പരിഷ്കർത്താക്കളല്ല, ആത്മീയ ഗുരുക്കന്മാരായിട്ട് തന്നെ നിങ്ങൾക്കിന്ന് കാണാമല്ലോ. ഗാന്ധിയുടെ പിൻതലമുറക്കാർ എങ്ങനെയിരിക്കുന്നു, ഗുരുവിൻ്റെ പിൻതലമുറക്കാർ എന്ത് ആശയമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് വളരെ വ്യത്യസ്തമായി ഈ വേദി തന്നെ അതിനൊരു ദൃഷ്ടാന്തമാണെന്ന് തോന്നുന്നത്. ആത്മീയത എന്ന് പറയുമ്പോൾ എനിക്കത് ഇവിടെ സ്വാമികളിരിക്കുമ്പോൾ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള ഒരു ആധികാരികമായ ഒരു അറിവൊന്നുമില്ല. എങ്കിലും എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ മനസ്സിലാക്കിയത് സൂപ്പർ കോൺഷ്യസ്നെസ് എന്നുള്ള ആ ഒരു ആത്മസാക്ഷാത്കാരം, അതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലുള്ളതെങ്കിൽ അത് മനുഷ്യരിലേക്കോ മൃഗങ്ങളിലേക്കോ പ്രവേശിച്ചപ്പോഴാണ് നമ്മളെ ഭിന്നരാക്കിയത്. അത് പോകുമ്പോൾ നമ്മൾ ഒന്ന് തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞവരാണ് ആത്മീയ. ഗുരു മനുഷ്യനായി അല്ല ജീവിച്ച് മരിച്ചത്, ആത്മാവായി തന്നെയാണ്, ആത്മീയത അറിഞ്ഞതാണ്, ഭഗവാനായി തന്നെയാണ് ജീവിച്ച് മരിച്ചത്. ഗുരുവിൻ്റെ വാക്കുകളിലും വചനങ്ങളിലും കൂടി സമൂഹത്തിൽ പരിഷ്കരണം ഉണ്ടായിപ്പോയി എന്നുള്ളതാണോ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കൃഷ്ണനായാലും യേശുദേവനായാലും ബുദ്ധനാണായാലും നബിയാണെങ്കിലും അവരും സമൂഹത്തിൽ എത്ര മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു, അവരെയും അങ്ങനെ വിളിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം. അതവിടെ നിന്നോട്ടെ. ഞാൻ വിനോബ നികേതൻ്റെ പ്രതിനിധിയായത് അതിലേക്ക് വരാം. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പരിവ്രാജിക എല്ലാവർക്കും അറിയുന്നതാണ് അമ്മയെ. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഗുരുവും ഗാന്ധിയും എന്ന് പറഞ്ഞതുപോലെ അമ്മയ്ക്കും ഗുരുവും ഗാന്ധിയും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. അമ്മ ജനിച്ചപ്പോൾ ഏത് കട്ടിലാണോ കിടന്നത് അവിടെ ഗുരു അതേ കട്ടിൽ തന്നെ ഉപയോഗിച്ചു എന്നുള്ളത് അവർ തമ്മിലൊരു ആത്മീയ ബന്ധമുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗുരുദേവനെ ഇടയ്ക്ക് ചൂരൽക്കട്ടിലിൻ്റെ ദേഹാസ്വാസ്ഥ്യത്തിൽ അമ്മയുടെ അച്ഛനായ അയ്യപ്പൻ വൈദ്യരുടെ അടുത്തുനിന്ന് എൻ്റെ കട്ടിൽ വേണം എന്ന് പറയുകയും അവിടെ നിന്ന് അമ്മ കിടന്ന കട്ടിൽ, എൻ്റെ ഒരു കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരതിനെ കഴുകി വൃത്തിയാക്കി ഗുരുദേവന് കൊടുത്തിട്ടുണ്ട്. ഈ അമ്മ 30 ദിവസം പ്രായമുള്ള രാജമ്മ എന്ന അമ്മയെ ഗുരുദേവനെ കാണിക്കാൻ കൊണ്ടു ചെല്ലുമ്പോൾ അമ്മയ്ക്ക് സ്കിൻ ഡിസീസ് ഉണ്ട്, എക്സിമ. ഒരിക്കലും ഇന്നും മരുന്നില്ലാത്ത, പക്ഷേ ഗുരുദേവനാണ് അമ്മയ്ക്ക് അന്നപ്രാശം ആദ്യമായി അന്നം നൽകിയത്. അതോടെ അത് മാറുകയും ചെയ്തു എന്നുള്ള. ചിലപ്പോൾ ഇന്നിവിടെ അധ്യക്ഷ പ്രസംഗം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മഹാത്മജിക്ക് ഭഗവാനിൽ നിന്ന് നേരിട്ട് കിട്ടിയ ഒരു ഊർജ്ജമുണ്ട്, ഒരു ബ്ലാക്ക് എനർജി. ആ ഒരു എനർജി ഇവിടെയും ഫലിച്ചിട്ടുണ്ടാവാം. അതിൽ ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത്തരം ഒരു എനർജിയിൽ സംസാരിക്കാൻ ഭാഷയുടെ ആവശ്യമേ ഇല്ല. ആത്മീയ തലം മനസ്സിലാക്കിയ വ്യക്തികൾ തമ്മിൽ കാണുമ്പോൾ തന്നെ ആശയപ്രചരണം നടന്നിരിക്കും എന്നുള്ളതൊരു വാസ്തവമാണ്. മനുഷ്യനിലേക്ക് ചുരുങ്ങുമ്പോഴാണ് 5 സെൻസസിലേക്ക് നമ്മൾ ചുരുങ്ങുന്നത്. അതിനപ്പുറം ഒരു അത്ഭുത ലോകമുണ്ടെന്നുള്ളത് എല്ലാവരും സ്വയം തിരിച്ചറിയുന്ന സമയത്ത് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. അമ്മ 5-ാമത്തെയോ 6-ാമത്തെയോ വയസ്സിലാണ് ഗാന്ധിയിൽ ആകൃഷ്ടയായത്. അത് തന്നെ ഒരു അത്ഭുതം. അത് കഴിഞ്ഞ് 23-ാമത്തെ വയസ്സിൽ ദേശസേവനത്തിനായി സേവാഗ്രാമിലേക്ക് പുറപ്പെടുകയാണ്. അന്നത്തെ കാലം 70 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലമാണ് സംസാരിക്കുന്നത്. ഒരു സ്ത്രീ ഇറങ്ങി പുറപ്പെടുന്നു 23-ാമത്തെ വയസ്സിൽ. ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അത് അന്ന് ഗാന്ധിയുടെ ദേഹവിയോഗം കഴിഞ്ഞ സമയത്ത് വിനോബാജിയുടെ ആത്മീയ ശിഷ്യയായി കൂടി ഭൂദാൻ പ്രസ്ഥാനത്തിന് വേണ്ടി രാജ്യം ഒട്ടുക്കും നടന്നു പദയാത്ര നടത്തിയ ഒരു വ്യക്തിത്വമാണ്.
അതുകൂടാതെ 28ാമത്തെ വയസ്സിൽ സ്വന്തം നാട്ടിലൊരു ആവശ്യം ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് കരുതി വിനോബ നികേതൻ സ്ഥാപിക്കുകയും ചെയ്തു. അതിൽ പിന്നെ പിന്നോട്ടില്ല അമ്മയുടെ നോട്ടം. അമ്മ സ്വന്തം കാര്യം ഒരിക്കലും അമ്മ ചിന്തിച്ചിട്ടില്ല. അമ്മ മുമ്പോട്ട് പോയത് തികച്ചും ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അമ്മ ചെന്ന സ്ഥലം ഒട്ടും പരിഷ്കൃതമല്ലാത്ത വനഭൂമിയായിരുന്ന സ്ഥലം ഇന്ന് വിനോബ നികേതനായി മാറിയ സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ സാധിച്ചത് ഈ രണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെ സ്വാധീനമാണെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. ഗാന്ധിയുടെ 22 ഡെവലപ്മെൻറ്റ് ആശയങ്ങൾ മാത്രമാണ് അവിടെ നടപ്പിലാക്കിയത്. ഇന്ന് വിനോബ നികേതൻ ഒരു അഡ്രസ്സ്, ആ സ്ഥലത്ത് ആ പ്രദേശത്തിനൊരു അഡ്രസ്സ് ഉണ്ടാക്കിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് ഇത്തരം മഹത് വ്യക്തിത്വങ്ങളുടെ മഹത് ചിന്തകളിൽ നിന്ന് ഉടലെടുത്തതാണ്. ആ ആശയപ്രചരണം, അവരുടെ ആശയത്തിൻ്റെ പ്രചാരണം ഗാന്ധി ഭാരത് പോലൊരു സ്ഥാപനം ഏറ്റെടുക്കുക, അതും ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന അവരുടെ മുഖ്യ പരിപാടിയായിട്ട് മാറ്റുക, 100 വേദികളിൽ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എന്നോ ഒരു പരിവ്രാജിക ഒരു ആശയത്തിൽ നിന്നുണ്ടായെങ്കിൽ 100 പ്രഭാഷണങ്ങളിലൂടെ എത്രയെത്ര പരിവർത്തനം നാട്ടിൽ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.